എഫ്ഐആർ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോട്ടീസ് ലഭിച്ച വോട്ടർമാർ നൽകുന്ന രേഖകളുടെ പരിശോധന വേഗത്തിലാക്കണമെന്നാണ് നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും. ബാലു, എഫ്ഐആർ നടപടികൾ ഇനിയും വൈകിപ്പിച്ചു കൊണ്ടുപോകാതെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം? ഈ SIRന്റെ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ കരട് പട്ടികയിൽ നേരത്തെ പേര് ഉൾപ്പെടാത്ത പലർക്കും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് അയച്ചിരുന്നു. അതായത് പേര് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ചില രേഖകൾ ഹാജരാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഏതെങ്കിലും വോട്ടർ ഹാജരാക്കുകയാണെങ്കിൽ അതിന്റെ പരിശോധന വളരെ വേഗത്തിൽ ാക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശത്തിൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ രേഖകൾ ഒരു വോട്ടർ സമർപ്പിക്കുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഈ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കി അതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ഈ നിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ എങ്ങനെയാണ് ഈ രേഖകൾ പരിശോധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും ഈ നിർദ്ദേശത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒരു ഉദാഹരണത്തിന് ഈ തിരുവനന്തപുരത്തെ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ജില്ല വിട്ടുള്ള മറ്റൊരു സ്ഥലത്ത്, അതായത് കണ്ണൂരിലോ കാസർഗോട്ടോ എങ്ങാനും രേഖകളാണ് ഹാജരാക്കുന്നതെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ജില്ലാ ഇലക്ടറൽ ഓഫീസർ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ണൂരിലെ അല്ലെങ്കിൽ കാസർഗോട്ടെ ആ ബന്ധപ്പെട്ട ജില്ലകളിലെ ഇലക്ടറൽ ഓഫീസർമാർക്ക് നൽകുകയും അതിൽ നിന്നുള്ള പരിശോധനകൾ പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് പുറത്തുള്ള വരെയാണെങ്കിൽ, അതായത് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിനായി ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്ക് രേഖകൾ നൽകുകയാണെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ ഏത് സംസ്ഥാനത്തെ രേഖകളാണോ നൽകുന്നത് ആ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തീകരിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫലത്തിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 12 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ ഈ SIR നടപടികൾ മുന്നോട്ട് പോകുന്നത്. ആ സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹിമ.